ഇന്ന് രാവിലെ എണീക്കുമ്പോൾ കണ്ട വാർത്ത, ഭരത് തിവാരി എന്ന് പറയുന്ന ഒരു 2ാം വർഷ BSc വിദ്യാർത്ഥി ബീഹാറിൽ, അവനെ പോലീസ് എൻകൗണ്ടറിൽ വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറേ സ്പെക്കുലേഷൻസ് ഒക്കെ ഇങ്ങനെ ഓടുന്നുണ്ട്. അവൻ പോലീസിന് നേരെ തോക്കെടുത്തു, പോലീസുകാരെ തെറി വിളിച്ചു എന്നത് ആരും നോക്കുന്നില്ല. ഈ ഗോദി മീഡിയ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ പോയിരുന്നൊരു സമയമുണ്ട്. ഒന്നും രണ്ടും ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന, മൾട്ടിപ്പിൾ ന്യൂസ് ചാനൽസൊക്കെ കാണുന്ന ആ ഒരു സമയം, അത് ഈ ചെറുപ്പം മുതലുള്ളത് കൊണ്ട് നമ്മൾക്ക് ഇന്നും വാർത്തകൾ കാണണം, വായിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് വാർത്തകളും ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക് എന്നൊരു തോന്നിപ്പോവും. എല്ലാവർക്കും സ്വന്തം മതം മതി, എല്ലാവരും സ്വന്തം ബെനിഫിറ്റ് മാത്രം നോക്കുന്നു. ഇപ്പോൾ നമ്മളെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ കളിയാക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ല, ഞങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള ഫാമിലി ഉണ്ട്, ഞങ്ങളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ജോലി തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഓരോ വിഷയങ്ങളും ഫേസ്ബുക്കിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മലയാളത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. മലയാളികളായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വീഡിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പലർക്കും അയച്ചു കൊടുത്ത് മറ്റ് നിയമ നടപടിക്ക് മുമ്പോട്ട് പോകുന്നത്. ഇന്നലത്തെ ഈ സംഭവം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന മെസ്സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിൻ്റെയൊക്കെ അവസ്ഥയും ഇതേപോലെ ആയിരിക്കും. ഈ ഭരത് തിവാരി എന്ന് പറയുന്ന ഈ 2ാം വർഷ വിദ്യാർത്ഥി, അവൻ എന്തിനാ തോക്കെടുത്തേ എന്നുള്ളത് ഒരു ചോദ്യമല്ലേ. സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം ജീവിക്കുന്ന മണ്ണിങ്ങനെ ഒലിച്ചു പോകുമ്പോൾ അതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് സർക്കാരിനോട് പറഞ്ഞത് തെറ്റ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും കമ്മീഷണർ ഓഫീസിലും പോയി പേഴ്സണലി പരാതി കൊടുത്ത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതാണോ തെറ്റ്? നമ്മളിങ്ങനെ ഈ ലിറ്ററസി റേറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ നാടിനെ കളിയാക്കുമ്പോൾ പോലും വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത കാർഷിക വൃത്തി മാത്രം ചെയ്ത് ജീവിക്കുന്ന ആ ഒരു ജനതയ്ക്ക് വേണ്ടി സംസാരിച്ചതാണോ തെറ്റ്? ഇനി അവർക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ വെള്ളം വേണമെന്ന് പറഞ്ഞതാണോ തെറ്റ്? സ്വന്തം വീട്ടിലോട്ട് അല്ലെങ്കിൽ അവനിരിക്കുന്ന സ്ഥലത്തോട്ട് കയറി വന്ന പോലീസിനെ തോക്കിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ജനങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ട് മതി, ബാക്കി അവൻ കീഴടങ്ങാം, ആദ്യം അതിലൊന്ന് ഒപ്പിട്, അവർക്ക് അവിടെ നിന്ന് ജീവിക്കാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കി തരാൻ പറഞ്ഞതാണോ അവൻ ചെയ്ത തെറ്റ്? ഇതൊക്കെ ന്യായീകരിച്ചുകൊണ്ട് മലയാളത്തിലും നമ്മളെയൊക്കെ കളിയാക്കുന്ന കുറേ പേരുണ്ട്. പൈസ മേടിച്ചുകൊണ്ട് നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ സംസാരിക്കുന്ന ജോണർ അത് പൊളിറ്റിക്സ് ആയിരിക്കാം, ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ പോളിസി ആയിരിക്കാം. പക്ഷേ ഞങ്ങളെയൊക്കെ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ട് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾക്ക് ഫേസ്ബുക്ക് വരുമാനവും ഇല്ല, യൂട്യൂബ് വരുമാനവും ഇല്ല. നമ്മളുടെ എല്ലാം മോണിറ്റൈസേഷൻ വരെ എടുത്ത് കളഞ്ഞേക്കുവാണ്. നമ്മളുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്താൽ പോലും എത്താത്ത രീതിയിൽ ഞങ്ങളെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. എന്തിന്? സംസാരിക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോളിസി, ഞങ്ങൾ പറയുന്ന രീതി തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ തിരുത്താം. ബോഡി ഷെയ്മിങ്, വ്യക്തിഹത്യ, ഭീഷണി, ഇങ്ങനെയൊക്കെ കോണ്ടന്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ടോ? നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ പറഞ്ഞ ഓക്കെ, നമ്മളുടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ ഓക്കെ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല. പക്ഷേ ഈ മീഡിയകൾ സംസാരിക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് വിചാരിക്കുന്നത് തെറ്റാണോ? എന്നെപ്പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അജുവിൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു, സൂര്യചേട്ടൻ്റെ ബ്ലോക്ക് ചെയ്തു. നമ്മൾ നാട്ടിലുണ്ടാകുന്ന ഗോസിപ്പുകളും പാപ്പരാസി വാർത്തകളും അല്ല നമ്മൾ കൊടുക്കുന്നത്.
നമ്മൾ സംസാരിക്കുന്ന സമൂഹത്തിൽ ഒരു ജനവിഭാഗത്തിന് അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിന് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗമായ മറ്റൊരു വിഭാഗത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മളെ വ്യക്തിഹത്യ നടത്തി അങ്ങനെയൊന്നും നമ്മളെയൊന്നും അഫക്റ്റ് ചെയ്യില്ല. വ്യക്തിഹത്യകളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതല്ല. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങൾ സമൂഹത്തിൽ സംസാരമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ എല്ലാം കംഫർട്ട് സോണിൽ സുഖമായിട്ട് ഞങ്ങളുടെ കുടുംബവും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് പോവാം. ഈ സംസാരിക്കുന്ന വിഷയങ്ങളിൽ ആത്മാർത്ഥതയോട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് ചകഞ്ഞു പോകുന്നതും അത് പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതും. നാട്ടിൽ ജീവിക്കുമ്പോൾ ഞാനൊക്കെ ചെറുപ്പം കാലത്തിൽ നമുക്കൊക്കെ കിട്ടിയിരുന്ന കുറേ സുഖങ്ങളുണ്ട്. ആ സുഖങ്ങളൊന്നും ഇന്നത്തെ കുട്ടികൾക്കില്ല. ഇനി വരുന്ന തലമുറയ്ക്ക് ഈ സുഖങ്ങളും ഈ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പണ്ട് കിട്ടിയിരുന്ന ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം സോഷ്യോ എക്കണോമിക് ആയിട്ട് കുറേ മാറിപ്പോയി. ഞാൻ പറഞ്ഞു ഉയർന്നു പോയി എന്നല്ല. ഈ സോഷ്യൽ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിൽ ഭയങ്കര കൂടുതലാണ്. അത് മനസ്സിലാക്കിയ കൊണ്ടാണ് നമ്മളെപ്പോലുള്ളവർ സംസാരിക്കുന്നത്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പൈസ തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡുകൾ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലോകത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഇന്ത്യനേക്കാളും ഭീകരമായിട്ടാണ് പലയിടത്തും കിട്ടണേ. ഇപ്പം നമ്മളെപ്പോലുള്ളവർ സംസാരിക്കുമ്പോൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പോലും ഞങ്ങൾ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക, അത്രേ ഉള്ളൂ. ഷെയർ ചെയ്യാൻ പറയുന്നില്ല, ഫോളോ ചെയ്യാൻ പറയുന്നില്ല, ലൈക്ക് അടിക്കാൻ പറയാറില്ല. ഇന്ന് നമ്മളുടെ നാട് നേരിടുന്ന ഒരു പ്രശ്നത്തിനെ പറ്റി നമ്മളാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഭരത്തിവരുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അവൻ ജീവിക്കുന്ന അവൻ്റെ നാട്ടിലെ ജനങ്ങൾ മണ്ണൊലിച്ചു പോകുന്ന അവസ്ഥ. നാളെ ആ ഒരു ഭൂമി ഇല്ല. ഈ പല പ്രൈവറ്റൈസേഷൻ്റെയും ഭാഗമായിട്ട് ഇതേപോലെ പല ഖനനങ്ങളും നടക്കുമ്പോൾ നാളെ നിങ്ങളും ഇത് നേരിടും. ഇതിൽ അക്കൗണ്ടബിലിറ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമോ സ്റ്റേറ്റിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നാളെ സ്റ്റേറ്റിലെ ആളെ ജയിപ്പിക്കുമ്പോൾ നമുക്ക് നാളെ വോട്ട് ചെയ്യാനും നമ്മളുടെ വോയിസ് റേസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ഇതെല്ലാം ഒരു സ്വകാര്യവൽക്കരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മണ്ണ്, ഒന്നും പറയാൻ പറ്റില്ല. ഈ മണ്ണില്ലെങ്കിൽ മനുഷ്യനില്ല. പിന്നെ നാച്ചുറൽ റിസോഴ്സാണ്. ഈ മരം മുറിച്ചു കഴിഞ്ഞാൽ ആ മരമായി വരാൻ 30 വർഷം കൊണ്ട് ചിലപ്പോൾ മരം ആവുമായിരിക്കും. മണ്ണ് ഉണ്ടായി വരുമോ? കളിയാക്കിക്കോ, ട്രോൾ ചെയ്തോ, അതൊന്നും നമുക്ക് വിഷയമല്ല. തെറി വിളിച്ചോ. പക്ഷേ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഈ പല്ലും നഖവും കൊണ്ട് എതിർക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കൂടുതൽ പറഞ്ഞാൽ ശരിയാവില്ല.